നമസ്കാരം. ഞാൻ NGR നമ്പൂതിരി. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും കഥാപ്രേമികളായ നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയ വിക്രമാദിത്യ ചക്രവർത്തിയുടെ കഥയുടെ 38ാം ഭാഗത്തിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമുക്ക് വിക്രമാദിത്യ കഥയിലെ ഭോജരാജാവിനെ 5ാമത്തെ സാലഭഞ്ജിക തടഞ്ഞു നിർത്തുമോ എന്ന് നോക്കാം. അങ്ങനെ 5ാം ദിവസം രാവിലെ കുളിച്ച് പൂജാതി കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് നമ്മുടെ ഭോജരാജാവ് സിംഹാസനാരോഹണത്തിന് അങ്ങോട്ട് തയ്യാറായി. പുരോഹിതന്മാർ മംഗളശ്ലോകങ്ങൾ ചൊല്ലി, പരിചാരികമാർ കുരവിയിട്ടു. നമ്മുടെ ഭോജരാജാവ് അങ്ങനെ പടികൾ കയറുകയായി. 4 പടികൾ കടന്ന് 5ാമത്തെ പടിയിൽ കാൽ ചവിട്ടിയപ്പോൾ അവിടെ നിന്ന സാലഭഞ്ജിക നമ്മുടെ ഭോജരാജനെ വീണ്ടും തടഞ്ഞു. അപ്പോൾ ഭോജരാജൻ 5ാമത്തെ സാലഭഞ്ജികയോട് ചോദിച്ചു, ഓഹോ, നീയും നിന്റെ സഖിമാരെ പോലെ എന്നെ വിലക്കുകയാണോ? പറയൂ, നീ ആരാണ്? എന്താണ് നിനക്ക് വേണ്ടത്? ഭോജരാജാവ് ചോദിച്ചു. എൻ്റെ പേര് ലീലാവതി. ഉജ്ജയിനിയിലെ പരസഹസ്രം ജനങ്ങളെപ്പോലെ വിക്രമാദിത്യ മഹാരാജാവിൻ്റെ ഒരു എളിയ ആരാധികയാണ് ഞാൻ. അങ്ങ് അനൗചത്യം കാട്ടരുത്. സ്വർണം ധരിക്കേണ്ട കാതിൽ ഇരുമ്പ് വളയം തൂക്കിയിടരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ആ മരപ്രതിമ ഇങ്ങനെ പറഞ്ഞത് കേട്ട് ഭോജരാജൻ ലേശം അസ്വാരസ്യ ഭാവം പുറത്തു കാട്ടി ചോദിച്ചു, അത് ശരി, നിങ്ങളുടെ മഹാരാജാവ് സ്വർണം, ഞാൻ വെറും ഇരുമ്പ് വളയം, അതല്ലേ നീ പറഞ്ഞു വച്ചത്? അത് കേട്ട് സാലഭഞ്ജിക അങ്ങോട്ട് പൊട്ടിച്ചിരിച്ചു. ആവൂ, അങ്ങ് ബുദ്ധിമാനാണ്. വിക്രമാദിത്യ മഹാരാജാവ് ഇരുന്ന് ഭരിച്ച ആ ദേവസിംഹാസനത്തിൽ അങ്ങയെപ്പോലൊരു സാധാരണ രാജാവ് ശോഭിക്കുമോ എന്ന് എനിക്ക് നല്ല സന്ദേഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ മഹിമ വെളിവാക്കുന്ന അനേകം കഥകളുണ്ട്. എന്നാൽ അതിലൊന്ന് ഞാൻ പറയാം, അങ്ങ് കേട്ടോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ലീലാവതി എന്ന 5ാമത്തെ സാലഭഞ്ജിക ഒരു കഥ പറയാൻ തുടങ്ങി. ഒരു 16 മാസക്കാലത്തിൻ്റെ ആരംഭം. രാജ്യഭരണം മറ്റ് മന്ത്രിമാരുടെ ചുമതലയിലാക്കി നമ്മുടെ വിക്രമാദിത്യനും ഭട്ടിയും വേതാളവും അങ്ങട് ദേശാടനത്തിനിറങ്ങി. ഇക്കുറി നമുക്ക് കുറച്ച് അകലെയുള്ള ഏതെങ്കിലും വനപ്രദേശം കാണാൻ പോകാം എന്ന് വിക്രമാദിത്യൻ പറഞ്ഞതിനോട് ഭട്ടിയും യോജിച്ചു. അങ്ങനെ അവർ സ്വദേശം വിട്ട് വളരെ ദൂരെ ഒരു വനത്തിലെത്തി. പുഴയും പർവ്വതവും താണ്ടി ഒരു സമതലത്തിലെത്തിയപ്പോൾ മുന്നിൽ 2 വഴി കണ്ടു. ആ വഴി എവിടേക്കാണ് പോകുന്നതെന്ന് സൂചിപ്പിക്കുന്ന 2 പലകകളും അവിടെ സ്ഥാപിച്ചിരുന്നു. ഇടത്തേക്കുള്ള വഴി വിശ്വരഞ്ജിതം എന്ന രാജ്യത്തേക്ക് തിരിയുന്നതായിരുന്നു. അവിടെ വിശ്വപാലകൻ എന്ന രാജാവാണ് നാട് വാഴുന്നത്. വലത്തേക്ക് തിരിഞ്ഞാൽ നാഗപുരം രാജ്യത്തേക്കുള്ള വഴിയായി. പഞ്ചസേനാധിപൻ രാജ്യഭരണം കൈയാളുന്ന രാജ്യമാണ് നാഗപുരം. ഉടനെ വിക്രമാദിത്യൻ ഭട്ടിയെ നോക്കി പറഞ്ഞു, നമുക്ക് ഇവിടെ വച്ച് അങ്ങോട്ട് വഴിപിരിയാം. ഞാൻ നേരെ വിശ്വരഞ്ജിതത്തിലേക്കും ഭട്ടി നേരെ നാഗപുരത്തേക്കും യാത്ര തിരിക്കാം. നാം എങ്ങനെ എവിടെ വച്ച് വീണ്ടും സന്ധിക്കുമെന്നുള്ള കാര്യം നമുക്ക് കാലത്തിന് അങ്ങോട്ട് വിട്ടുകൊടുക്കാം. അത് കേട്ട് ഭട്ടി ഒന്ന് ചിരിച്ചു. അങ്ങനെയാട്ടെ, ഏതായാലും 16 മാസം അവസാനിക്കുന്നതിന് മുൻപ് നമുക്ക് വീണ്ടും കണ്ടുമുട്ടിയേ മതിയാവൂ. എന്തായാലും ഉജ്ജയിനിയിലേക്ക് മടങ്ങുന്നത് നമുക്ക് ഒന്നിച്ചു തന്നെ വേണം എന്ന് പറഞ്ഞു. വിക്രമാദിത്യൻ അത് സമ്മതിച്ചു. അങ്ങനെ നമ്മുടെ വേതാളത്തോടൊപ്പം വിക്രമാദിത്യൻ ഇടതുവശത്തേക്ക് തിരിയുന്ന ഒറ്റയടി പാതയിലൂടെ അങ്ങോട്ട് നടന്നു. കുറെ ദൂരം കാട്ടിലൂടെ അങ്ങനെ വിക്രമാദിത്യൻ അങ്ങോട്ട് നടന്നു ചെന്നപ്പോൾ ഒരു നഗരത്തിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. തൻ്റെ വിലയേറിയ ആടയാഭരണങ്ങളെല്ലാം അഴിച്ച് വേതാളത്തിനെ അങ്ങോട്ട് ഏൽപ്പിച്ച് വിക്രമാദിത്യൻ ഒരു വൃദ്ധന്റെ വേഷം അങ്ങോട്ട് ധരിച്ചു. അവിടെ ഒരു ദിക്കിൽ കുറെ ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്ന് സംസാരിക്കുകയായിരുന്നു. ആ രാജ്യത്തെ രാജസദസ്സിലെ വിശ്രുത നർത്തകമാർ 2 പേരാണ്, അഹങ്കാര ദീപികയും ഗുണദീപികയും.
അവരുടെ വിവാഹാലോചനകൾ നടക്കുകയാണ്. അതിസുന്ദരികളായ ആ നർത്തകിമാരിൽ ആരെയെങ്കിലും വിവാഹം കഴിക്കാനായാൽ പരമഭാഗ്യം തന്നെ. പക്ഷെ എന്ത് ചെയ്യാം, 1000 പൊൻപണം കെട്ടിവയ്ക്കാതെ വിവാഹാലോചനയ്ക്ക് പോലും അവർ തയ്യാറാവില്ല. എന്നിട്ട് അവർക്ക് ഇഷ്ടപ്പെടാതെ പോയാലോ, ആ പണമൊട്ട് തിരിച്ചു കിട്ടിയില്ല. ഇത്രയും ത്യാഗം സഹിച്ച ആരാണ് വിവാഹം ആലോചിക്കാൻ തയ്യാറാവുക? നാട്ടുകൂട്ടത്തിലെ വർത്തമാനങ്ങൾ ശ്രദ്ധിച്ചിരുന്നപ്പോ വൃദ്ധന്റെ വേഷം ധരിച്ച നമ്മുടെ വിക്രമാദിത്യന് ആ നർത്തകിമാരെ ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അങ്ങോട്ട് തോന്നി. ഉടനെ ഒരു കാവി നിറമുള്ള വസ്ത്രവും വെളുത്ത 2 മുണ്ടും കയ്യിൽ ഒരു വടിയുമായി വൃദ്ധൻ നേരെ അഹങ്കാര ദീപികയുടെ മാളികയുടെ മുന്നിലെത്തി. രാജസദസ്സിലെ നർത്തകിയല്ലേ, പണത്തിനും പകിട്ടിനും ഒട്ടും കുറവില്ല. മുറ്റത്ത് വലിയൊരു മണി തൂക്കിയിട്ടിരിക്കുന്നു. വൃദ്ധൻ ആ മണിയിൽ മുട്ടി ശബ്ദമുണ്ടാക്കി. മണിയുടെ ശബ്ദം കേട്ടപ്പോ അഹങ്കാര ദീപിക ദാസിയെ വിളിച്ച് പുറത്ത് ആരാണ് വന്നതെന്ന് നോക്കി വരാൻ അങ്ങോട്ട് പറഞ്ഞു. ഉടനെ പരിചാരിക പുറത്തു വന്ന് നോക്കി. അവിടെ ഒരു വൃദ്ധൻ നിന്ന് മണി മുഴക്കണു. എന്താ വേണ്ടത്? ഭക്ഷണത്തിനാണെങ്കിൽ വടക്കുവശത്തേക്ക് വന്നോളൂ എന്ന് ആ ദാസി അങ്ങോട്ട് പറഞ്ഞു. ഏയ്, ഞാൻ നിങ്ങളുടെ ആഹാരം കഴിക്കാനൊന്നുമല്ല വന്നത്. ഇവിടത്തെ നിങ്ങളുടെ യജമാനത്തിയെ വേളി കഴിക്കണമെന്നൊരാശ. അവളെവിടെ, ഒന്ന് വിളിക്കൂ, ഞാൻ നല്ലോണം ഒന്ന് കാണട്ടെ എന്നൊക്കെ നമ്മുടെ വൃദ്ധന്റെ വേഷത്തിലെത്തിയ വിക്രമാദിത്യൻ അങ്ങോട്ട് പറഞ്ഞു. അത് കേട്ട് ദാസിക്ക് ആദ്യം ചിരിയാണ് വന്നത്. തലയ്ക്ക് സുഖമില്ലാത്ത ആരോ വന്നിരിക്കുന്നു എന്നവൾ അഹങ്കാര ദീപികയോട് ചെന്ന് പറഞ്ഞു. അയാൾക്ക് തമ്പുരാട്ടിയെ വിവാഹം കഴിക്കണത്രേ. അത് കേട്ട് ഉടൻ അഹങ്കാര ദീപിക ചാടിയണീറ്റ് പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോ അവിടെ കണ്ടത് ഭിക്ഷാടനക്കാരനായ ഒരു വൃദ്ധൻ തന്നെ നോക്കി പുഞ്ചിരിക്കുന്നതാണ് കണ്ടത്. താൻ എന്താ പറഞ്ഞത്? എന്നെ, അഹങ്കാര ദീപികയായ എന്നെ വിവാഹം കഴിക്കണമെന്നോ ശബ്ദം ഉയർത്തി ചോദിച്ചു. ഹേ, നീ ക്ഷുഭിതയാകേണ്ടതില്ല. നിന്നെ വിവാഹം കഴിക്കാൻ വന്നവനാണ് ഞാൻ. അതിന് 1000 പൊൻപണം കെട്ടിവെക്കണമെന്ന് കേട്ടു. പണം എൻ്റെ കയ്യിലുണ്ട്. വൃദ്ധൻ അത് പറഞ്ഞ് മുഴുവനാക്കിയില്ല. കയ്യിൽ കിട്ടിയ ഒരു മുട്ടൻ വടിയുമായി ഉടനെ അവൾ മുറ്റത്തേക്ക് ചാടി. പിന്നെ തലങ്ങും വിലങ്ങും തല്ലി. അയ്യോ, മതിയേ മതി. വിവാഹാലോചന വന്നപ്പോൾ തന്നെ ഇതാണ് സ്ഥിതിയെങ്കിൽ നിന്റെ ഭർത്താവായി കഴിഞ്ഞാലുള്ള അവസ്ഥ എത്ര ഭയങ്കരായിരിക്കും എന്ന് പറഞ്ഞ് വൃദ്ധവേഷധാരിയായ നമ്മുടെ വിക്രമാദിത്യൻ അവിടെ നിന്ന് അങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടു. അഹങ്കാര ദീപിക പിന്നെയും അവിടെ നിന്നുകൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവളുടെ കലി അങ്ങോട്ട് അടങ്ങിയിരുന്നില്ല. വൃദ്ധൻ അവിടെ നിന്ന് നേരെ ചെന്നത് 2ാമത്തെ നർത്തകിയായ ഗുണദീപികയുടെ വീടിന് മുന്നിലേക്കാണ്. അവളുടെ വീട് വലിയ ഒരു വീടൊന്നും ആയിരുന്നില്ല. പണവും പ്രതാപവും ഇത്തിരി കുറവാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എന്തായാലും വൃദ്ധൻ മുറ്റത്തെത്തി മണി മുഴക്കി. ഗുണദീപിക വേഗം വന്ന് വാതിൽ തുറന്നു. അതിസുന്ദരിയായിരുന്നു ആ നർത്തകി. അവളുടെ ആ നടപ്പിൽ പോലും നൃത്തത്തിൻ്റെ ഒരു താളമുണ്ടായിരുന്നു. എന്താ വന്നത് എന്ന് ഗുണദീപിക ചോദിച്ചു. നിങ്ങൾക്ക് വിവാഹാലോചനകൾ നടക്കുന്നുണ്ടെന്ന് കേട്ടു വന്നതാണ്. എനിക്കാണെങ്കിൽ ആരും തുണയായിട്ടില്ല. ഈ വാർദ്ധക്യത്തിൽ നിന്നെപ്പോലൊരു ഭാര്യയെ കിട്ടിയാൽ ശുശ്രൂഷിക്കാൻ ഒരാളാകൂലോ എന്നോർത്തുപോയി. കാഴ്ചയായി 1000 പണം ഞാൻ കരുതിയിട്ടുണ്ട് എന്നൊക്കെ വൃദ്ധൻ വളരെ കിതപ്പോടെ പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോ ഗുണദീപികയ്ക്ക് അയാളോട് എന്തോ ഒരു അനുകമ്പ തോന്നി. കഷ്ടം, വീടും ബന്ധുക്കളും ഒന്നുമില്ലാത്ത ഈ പാവം വൃദ്ധനെ എങ്ങനെയാണ് ഞാൻ ഉപേക്ഷിക്കുക? ഇയാൾക്ക് ഇപ്പൊ വേണ്ടത് ഒരു നല്ല പരിചരണമാണ്. ഉടനെ അവൾ ആ വൃദ്ധനോട് പറഞ്ഞു, എനിക്ക് നിങ്ങൾ കൊണ്ടുവന്ന കാഴ്ചയും കാണിക്കയൊന്നും വേണ്ട. എന്തായാലും നിങ്ങൾ കയറിയിരിക്കൂ എന്ന് ഗുണദീപിക അങ്ങോട്ട് പറഞ്ഞു. ഉടനെ വൃദ്ധന് കുളിക്കാൻ ചൂടുവെള്ളവും ഭക്ഷിക്കാൻ നല്ല ആഹാരവും അവൾ നൽകി. ശ്വാസതടസ്സം പോലെ തോന്നിയതുകൊണ്ട് അടുത്തുള്ള ഒരു വൈദ്യനെ വരുത്തി മരുന്നും അവൾ വാങ്ങിക്കൊടുത്തു. ഹാവു, ആശ്വാസായി. വൃദ്ധൻ കാലു നീട്ടിയിരുന്നു. ഗുണദീപിക പടുവൃദ്ധനെ വീട്ടിൽ കയറ്റി താമസിപ്പിച്ചതറിഞ്ഞപ്പോ
അഹങ്കാര ദീപിക പൊട്ടിച്ചിരിച്ചു. അവൾക്കാവട്ടെ പണ്ഡിതനും ധനികനുമായ കലാധരൻ എന്ന യുവാവിനെ അതിനകം ഭർത്താവായി ലഭിച്ചിരുന്നു. അടുത്ത തവണ കൊട്ടാരത്തിൽ നൃത്തത്തിനെത്തിയപ്പോ അഹങ്കാര ദീപിക ഗുണദീപികയെ കണക്കറ്റ് അങ്ങോട്ട് പരിഹസിച്ചു. ഈ കിഴവനെ അല്ലാതെ മറ്റാരെയും കണ്ടുപിടിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് നാലാളുടെ മുന്നിൽ വച്ച് അങ്ങോട്ട് കുത്തുവാക്ക് പറഞ്ഞു. പക്ഷേ ഗുണദീപികയും ഒട്ടും അങ്ങോട്ട് വിട്ടുകൊടുത്തില്ല. അവളും അങ്ങോട്ട് എന്തൊക്കെയോ തിരിച്ചു പറഞ്ഞു. ഒടുവിൽ രാജാവ് ഇടപെട്ടു. നൃത്ത സദസ്സിലെത്തി വഴക്കു കൂടിയതിന് രണ്ടാളും ശിക്ഷ അനുഭവിക്കാൻ തയ്യാറാകണമെന്ന് രാജാവ് പറഞ്ഞു. മഹാരാജാവ് ക്ഷമിക്കണം, എൻ്റെ തെറ്റിന് പ്രായശ്ചിത്തമായിട്ട് 10,000 പണം ഞാൻ നാളെ പിഴ ഒടുക്കിയേക്കാം എന്ന് അഹങ്കാര ദീപിക പറഞ്ഞു. പക്ഷെ അത് കേട്ട് നമ്മുടെ ഗുണദീപിക അങ്ങോട്ട് ഞെട്ടിപ്പോയി. അതിന് കാരണം അത്രയും പണം അവളുടെ കയ്യിലില്ലായിരുന്നു. അഹങ്കാര ദീപിക തന്നെ കൊടുക്കാൻ ഒപ്പിച്ചൊരു സൂത്രമായിരുന്നു അതെന്ന് നമ്മുടെ ഗുണദീപികയ്ക്ക് നല്ലതുപോലെ അങ്ങോട്ട് മനസ്സിലായി. തനിക്ക് അവളുടെ അത്രയും സ്വത്തും പണവുമില്ല, ധനികനായൊരു ഭർത്താവുമില്ല. അതുകൊണ്ട് ഗുണദീപിക ഒന്നും മിണ്ടിയില്ല. കൊട്ടാരത്തിൽ നിന്നും മടങ്ങി തിരിച്ച് വീട്ടിലെത്തി മൗനായി അവൾ അവളുടെ ജോലി ചെയ്തു. വൃദ്ധനെ ഈ വിവരമൊന്നും അവൾ അറിയിച്ചില്ല. പക്ഷേ ആ മുഖത്തെ ഭാവവ്യത്യാസം കണ്ടപ്പോ എന്തോ പന്തിയില്ലായ്മയുണ്ടെന്ന് വിക്രമാദിത്യന് തോന്നി. എന്തു പറ്റി ഗുണദീപികേ, നിന്റെ മുഖം വാടിയിരിക്കുന്നല്ലോ എന്ന് വൃദ്ധൻ ചോദിച്ചു. അവൾ അതിനുത്തരം പറഞ്ഞില്ല. വൃദ്ധൻ വീണ്ടും വീണ്ടും ചോദിച്ചപ്പോ ചെറിയ മടിയോടെ അവൾ പറഞ്ഞു, രാജസദസ്സിൽ വച്ച അഹങ്കാര ദീപികയുമായി ശബ്ദമുയർത്തി സംസാരിക്കേണ്ടതായി വന്നു. അതിന് പിഴയായി വലിയൊരു സംഖ്യയാണ് അഹങ്കാര ദീപിക കെട്ടിവച്ചത്. അത്രയും പണം എൻ്റെ കൈവശമില്ല. ഇത് പറഞ്ഞ് അങ്ങയെ വിഷമിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ മിണ്ടാതിരുന്നത്. അപ്പോ ആ വൃദ്ധം പറഞ്ഞു, കഷ്ടം, എന്നെ നിന്റെ കൂടെ പാർപ്പിച്ചത് കൊണ്ട് നിനക്ക് ഒരു ഗുണവും ഇല്ലാതായല്ലോ. മറ്റാരെങ്കിലും ആണെങ്കിൽ നിന്നെ ഈ അവസരത്തിൽ വേണ്ടതുപോലെ നല്ലോണം സഹായിച്ചേനെ. ആ അമ്മ മഹാമായ നമുക്ക് എന്തെങ്കിലും വഴി കാട്ടി തരുമെന്ന് വിചാരിക്കുക എന്ന് വൃദ്ധന്റെ വേഷമെടുത്ത വിക്രമാദിത്യൻ മെല്ലെ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അന്ന് രാത്രി വൃദ്ധൻ വേതാളത്തെ വിളിച്ച് നാണയങ്ങൾ നിറച്ച ഒരു കുടുക്ക വരുത്തി അത് തൻ്റെ തലയിണയുടെ ചുവട്ടിൽ വച്ചു. പിറ്റേന്ന് രാവിലെ പതിവ് പോലെ വൃദ്ധന് വേണ്ട പരിചരണങ്ങളെല്ലാം ചെയ്ത് രാജസദസ്സിലേക്ക് പോകാനിറങ്ങിയപ്പോൾ ഗുണദീപികയുടെ കയ്യിൽ വൃദ്ധൻ ആ കുടുക്ക അവിടെ ഏൽപ്പിച്ചു. ഇക്കാലം അത്രയും പല ദിക്കുകളിൽ നിന്നായി എനിക്ക് കിട്ടിയ പണമെല്ലാം ഞാൻ സൂക്ഷിച്ചു വച്ച കുടുക്കയാണിത്. ഇതുകൊണ്ട് നിന്റെ ആവശ്യം നടക്കുമോ എന്നെനിക്കറിയില്ല. എന്തായാലും രാജാവിന് ഈ കുടുക്ക അതേപടി സമർപ്പിക്കൂ എന്ന് പറഞ്ഞു. ഉടനെ ഗുണദീപിക നന്ദിപൂർവം വൃദ്ധനെ നോക്കി. അങ്ങനെ ആ നാണയക്കുടുക്കയുമായി അവൾ രാജസദസ്സിലെത്തിയപ്പോ നമ്മുടെ അഹങ്കാര ദീപിക പുച്ഛത്തോടെ അവളെ ഒന്ന് നോക്കി. പക്ഷേ ഗുണദീപിക വളരെ ഭവ്യതയോടെ ആ കുടുക്ക രാജാവിൻ്റെ പാദത്തിൽ അങ്ങോട്ട് വച്ചു. രാജാവ് അപ്പ തന്നെ ആ കുടുക്കയെടുത്ത് തുറന്ന് അതിലെ നാണയങ്ങളെല്ലാം കുടഞ്ഞിട്ടു. കണ്ണഞ്ചിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ കുടുകുടെ നിലത്തേക്ക് വീണു. അത്രയും മൂല്യമുള്ള നാണയങ്ങൾ രാജാവോ രാജസദസ്സിലുള്ളവരോ അന്ന് വരെ കണ്ടിരുന്നില്ല. സത്യത്തിൽ നമ്മുടെ ഗുണദീപികയും ആശ്ചര്യത്തോടെ ഒന്ന് നിന്നുപോയി. തൻ്റെ വീട്ടിലുള്ള വൃദ്ധനായ തൻ്റെ ഭർത്താവ് ആളപ്പോ മോശക്കാരനല്ല എന്നവൾക്ക് തോന്നി. ആ സമയത്ത് നമ്മുടെ അഹങ്കാര ദീപികയുടെ മുഖം ആകെ അങ്ങോട്ട് വിവർണായി. യുദ്ധത്തിൽ തോറ്റ പടയാളിയെ പോലെ അവൾ തല കുനിച്ചു നിന്നു. ഗുണദീപികയെ എങ്ങനെ ഒതുക്കാം എന്നതായിരുന്നു അപ്പോൾ അവളുടെ ചിന്ത. അടുത്ത ദിവസം തന്നെ അഹങ്കാര ദീപിക രാജാവിനെ തൻ്റെ വീട്ടിൽ ഒരു വിരുന്നിന് ക്ഷണിച്ചു. നാലങ്കപ്പടയോടെ രാജാവ് വിരുന്നിൽ പങ്കെടുത്തു. അലങ്കരിച്ച സൗധത്തിൽ വിഭവസമൃദ്ധമായ സദ്യ. അതിൽ പങ്കെടുത്തവരെല്ലാം അഹങ്കാര ദീപികയുടെ ആതിഥ്യ മര്യാദയെയും വിഭവങ്ങളിലുള്ള വൈവിധ്യത്തെയും ആവോളം പുകഴ്ത്തി. അഹങ്കാര ദീപികയുടെ സൗധത്തിൽ വിരുന്നിന് രാജാവിനെ ക്ഷണിച്ചെന്നും അവൾ അതിഗംഭീരമായ സ്വീകരണം നൽകിയെന്നൊക്കെ കേട്ടപ്പോ നമ്മുടെ
ഗുണദീപികയ്ക്കും അങ്ങനെ ഒരാഗ്രഹം തോന്നി. പക്ഷേ തൻ്റെ സ്ഥിതി ഓർത്തപ്പോൾ അവൾ മൗനം ഭജിച്ചു. തനിക്ക് ലഭിച്ച ഗംഭീര സ്വീകരണത്തിനും വിഭവസമൃദ്ധമായ സദ്യയ്ക്കും രാജാവ് അഹങ്കാരദീപികയെ പിറ്റേന്ന് രാജസദസ്സിൽ വച്ച് ആവോളം അങ്ങോട്ട് പ്രശംസിച്ചു. അതിനുശേഷം ഗുണദീപികയുടെ നേരെ തിരിഞ്ഞ് രാജാവ് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും എനിക്ക് ഒരുപോലെയാണ്. അഹങ്കാരദീപികയുടെ വീട്ടിൽ മാത്രം പോകുകയും ഗുണദീപികയെ അവഗണിക്കുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ. അതിനാൽ നാളെ തന്നെ നിന്റെ ഗ്രഹവും നാം സന്ദർശിക്കുന്നതാണ്. അതു കേട്ട് ഗുണദീപിക ഒന്ന് ഞെട്ടി. അഹങ്കാരദീപിക ഉള്ളിൽ ഉറക്കെ അങ്ങോട്ട് ചിരിച്ചു. ഗുണദീപികയുടെ ചെറിയ ഗൃഹത്തിൽ രാജാവിനെ സൽക്കരിക്കാനുള്ള സൗകര്യങ്ങളൊന്നുമില്ലായിരുന്നു. രാജകീയ ഭക്ഷണം തയ്യാറാക്കാൻ പ്രത്യേക പരിശീലനം ലഭിച്ചവർ വേണം. അതിന് നല്ല തുക ചെലവാകും. വിരുന്ന് മോശമായാൽ നാട് മുഴുവൻ അത് പാട്ടാകും. രാജാവിനെ നിന്ദിക്കുന്നതിന് തുല്യാവും. അത് ഇതോടെ നിന്റെ കള്ളി വെളിച്ചത്താകും. മേലിൽ എന്നോട് മത്സരിക്കാൻ വരരുത്. നീ 7 ജന്മെടുത്താലും എനിക്കൊപ്പാവില്ല. അഹങ്കാരദീപിക ഗുണദീപികയെ നോക്കി മനസ്സിലൊന്ന് മന്ത്രിച്ചു. ഗുണദീപിക കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി തൻ്റെ വീട്ടിലെത്തി. വൃദ്ധൻ പലവട്ടം ചോദിച്ചിട്ടും തൻ്റെ മനോവിഷമം എന്താണെന്ന് അവൾ പറഞ്ഞില്ല. അപ്പോൾ വൃദ്ധൻ പറഞ്ഞു, നിനക്ക് എന്നോട് ആശേഷം സ്നേഹമില്ല എന്ന് തോന്നുന്നു എന്ന് നമ്മുടെ ഗുണദീപികയോട് പറഞ്ഞു. അതെന്താണ് അങ്ങനെ പറയണത്? ഗുണദീപിക കണ്ണീർ തുടച്ച് പ്രസന്ന ഭാവം വരുത്തി. നിനക്ക് എന്തോ വലിയ വിഷമമുണ്ട്, അത് സത്യമാണ്. പക്ഷെ നീ അക്കാര്യം എന്നോട് പറയണില്ല. എന്നെ അന്യനായിട്ടാണ് നീ ഇപ്പോഴും കണക്കാക്കണത് എന്ന് വൃദ്ധൻ പരിഭവത്തോടെ അങ്ങോട്ട് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഗുണദീപിക പൊട്ടിക്കരഞ്ഞുപോയി. അവൾ തൻ്റെ വിഷമങ്ങൾ എല്ലാം അയാളോട് തുറന്നു പറഞ്ഞു. അന്ന് രാത്രി വേതാളത്തെ വരുത്തി വിക്രമാദിത്യൻ ചില നിർദ്ദേശങ്ങളൊക്കെ അങ്ങോട്ട് നൽകി. ഗുണദീപിക ഉറങ്ങിക്കിടന്നപ്പോൾ ആ വീടിന് പുറത്ത് അലങ്കാര ജോലികൾ ദ്രുതഗതിയിൽ നമ്മുടെ വേതാളം നടത്തി. രാവിലെ ഉണർന്നെണീറ്റ് പുറത്തെത്തിയപ്പോൾ ഗുണദീപിക വിസ്മയഭരിതയായി. വീടിന്റെ മുൻവശത്ത് സ്വർഗം താണിറങ്ങി വന്ന പോലെ അവൾക്ക് അനുഭവപ്പെട്ടു. മുറ്റത്ത് വിശാലമായ പന്തൽ ഉയർന്നിരിക്കുന്നു. മുകളിൽ വെള്ളയും വശങ്ങളിൽ കടും നിറത്തിലുള്ള പട്ടും വിരിച്ച് ആ നീളൻ പന്തൽ എത്തി നിൽക്കുന്നത് രാജകൊട്ടാരത്തിന്റെ മുന്നിലാണ്. വിരുന്നിനെത്തുന്ന രാജാവിന് നിലത്ത് പരവതാനി വിരിച്ച പന്തലിലൂടെ നടന്ന് അവളുടെ ഗൃഹത്തിലെത്താമായിരുന്നു. പന്തലിന്റെ ഇരുവശങ്ങളിലും പൂത്താലവുമായി സാലപഞ്ചികകൾ കാവൽ നിന്നിരുന്നു. വീടിന്റെ പിൻഭാഗത്ത് ഉയർന്ന അടുക്കളപ്പുരയിൽ ഉടുപ്പിയിൽ നിന്നും എത്തിയ പാചക വിദഗ്ധർ അതിസ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാർ ചെയ്യുന്ന തിരക്കിലായിരുന്നു. ഇതെല്ലാം കണ്ട് ഒന്നും അറിയാത്ത പോലെ വൃദ്ധവേഷധാരിയായ നമ്മുടെ വിക്രമാദിത്യൻ മെല്ലെ പുറത്തിറങ്ങി വന്ന് ഗുണദീപികയോട് ചോദിച്ചു, ഗുണദീപികേ, ഇതെന്താണ് ഈ അലങ്കാരങ്ങളൊക്കെ? ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും വിശേഷമുണ്ടോ? ഇത് കേട്ട ഗുണദീപിക ഒരു നിമിഷം മിണ്ടാതെ നിന്നു. തന്നോടൊപ്പം കഴിയുന്ന വൃദ്ധൻ സാധാരണക്കാരനല്ലെന്ന് അവൾക്ക് മനസ്സിലായി. വലിയ കച്ചവടക്കാരനോ ഏതെങ്കിലും പ്രഭുവോ ആകാം. അതല്ലാതെ ഇത്രയും കാര്യങ്ങൾ രാത്രിക്കു രാത്രി ചെയ്തു കൂട്ടാൻ മറ്റാർക്കു കഴിയും? അല്പസമയത്തിനകം പറഞ്ഞതുപോലെ രാജാവ് സന്ദർശനത്തിനെത്തി. അവിടെയുള്ള അലങ്കാരങ്ങൾ കണ്ട് രാജാവിൻ്റെ കണ്ണ് മഞ്ഞളിച്ചുപോയി. സദ്യയുടെ കാര്യം പറയാനുമില്ല. അത്രയേറെ വിഭവങ്ങൾ അദ്ദേഹം ജീവിതത്തിൽ ഇന്നുവരെ കണ്ടിട്ടുകൂടി ഉണ്ടായിരുന്നില്ല. അന്ന് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം ഗുണദീപികയെ വിളിപ്പിച്ചു. നോക്കൂ, നീയും അഹങ്കാരദീപികയും തമ്മിൽ കടുത്ത മത്സരമുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. എന്ന് കരുതി ഇത്രയേറെ പണം ചെലവ് ചെയ്യേണ്ടതുണ്ടോ? നിന്റെ വീട്ടിൽ താമസിക്കുന്ന ആ വൃദ്ധൻ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ സർവ്വസ്വത്തും വിറ്റിട്ടാവണം ഈ വിരുന്നൊരുക്കിയത്. ഇനിമേൽ നിങ്ങൾ തമ്മിൽ അനാവശ്യ കാര്യത്തിന് വേണ്ടി മത്സരിക്കരുത് എന്ന് പറഞ്ഞു. ഗുണദീപിക അത് കേട്ട് തല കുലുക്കി സമ്മതിച്ചു. പക്ഷേ അഹങ്കാരദീപിക അത്ര എളുപ്പം വഴങ്ങുന്ന കൂട്ടത്തിലായിരുന്നില്ല.
ഇനി എന്ത് വന്നാലും ഗുണദീപികയെയും അവളുടെ ഭർത്താവ് ആ കിഴവനെയും മുട്ടുകുത്തിച്ചിട്ട് തന്നെ കാര്യം. തന്റെ ശത്രുവിനെ തകർക്കാൻ ഇനി എന്താണ് വിദ്യ എന്നാലോചിച്ച് കഴിയുമ്പോഴാണ് നാഗപുരം രാജ്യത്തെ മൗനമുദ്ര എന്ന രാജകുമാരിയുടെ കാര്യം അവൾ ഓർത്തത്. മൗനമുദ്രയ്ക്ക് പേശാമടന്ത എന്ന മറ്റൊരു വിളിപ്പേരും ഉണ്ടായിരുന്നു. എന്തായാലും അഹങ്കാര ദീപികയ്ക്ക് പുത്തൻ ഒരാശയം കിട്ടി. അതിസുന്ദരിയും പണ്ഡിതയും പുരുഷ വിദ്വേഷിയുമായ പേശാമടന്തയെ വിവാഹം ആലോചിച്ച് ചെന്നവരാരും പോയതുപോലെ മടങ്ങി വന്നിട്ടില്ല. 10 വാതിലുകൾ കടന്നു ചെന്നാലേ രാജകുമാരിയുടെ അന്തഃപുരത്തിലെത്തൂ. ഓരോ വാതിലിലും തടസ്സങ്ങളുണ്ട്. അവയൊക്കെ തരണം ചെയ്യണമെങ്കിൽ ധീരത മാത്രം പോരാ, ബുദ്ധിയും ഉണ്ടാവണം. അഹങ്കാര ദീപിക രാജസദസ്സിലെത്തി ഇപ്രകാരം പറഞ്ഞു. ഗുണദീപികയുടെ ഭർത്താവ് ആള് വലിയ കേമനാണെന്നല്ലേ വിചാരിച്ചിരിക്കണത്? അയാൾ പേശാമടന്തയെ വിവാഹം ആലോചിച്ച് നാഗാപുരത്തിന് പോകട്ടെ. അയാൾ അതിൽ വിജയിച്ചാൽ ഞാൻ എക്കാലവും ഇവളുടെ ദാസിയായി കഴിഞ്ഞുകൂടാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. ഇത് കേട്ട ഗുണദീപികയും അങ്ങോട്ട് തിരിച്ചടിച്ചു. ആദ്യം നീ നിന്റെ ഭർത്താവിനെ നാഗപുരത്തിന് അയക്ക്. അതിൽ അയാൾ വിജയിച്ചാൽ ഞാൻ നിന്റെ ദാസിയായി കഴിഞ്ഞോളാം എന്ന് പറഞ്ഞു. പക്ഷേ അഹങ്കാര ദീപിക ആ ക്ഷണത്തിൽ തന്നെ ആ വെല്ലുവിളി അങ്ങോട്ട് സ്വീകരിച്ചു. ഉടനെ അഹങ്കാര ദീപിക പറഞ്ഞു, സമ്മതിച്ചിരിക്കണം. ഞാൻ പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് എതിര് പറയില്ല. അദ്ദേഹം പരീക്ഷണങ്ങൾ തരണം ചെയ്ത് പേശാമടന്തയെ കാണാൻ പോകുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ശരി, എങ്കിൽ അങ്ങനെയാകട്ടെ, നമുക്ക് കാണാം എന്ന് ഗുണദീപികയും പറഞ്ഞു. ആ വാശിയോടെ അഹങ്കാര ദീപിക അന്ന് വീട്ടിലെത്തി കലാധരനോട് വിവരം പറഞ്ഞു. അത് കേട്ട് അയാൾ ഞെട്ടിപ്പോയി. അയാൾ വിസമ്മതം കാട്ടി. നീ എന്ത് ഭ്രാന്താണ് ഈ പറയണത്? പേശാമടന്തയെ കല്യാണം കഴിക്കാൻ ചെല്ലുക എന്ന് പറഞ്ഞാൽ സിംഹക്കൂട്ടിൽ സ്ഥിരതാമസത്തിന് പോകുന്നത് പോലെയാണ് എന്ന് പറഞ്ഞു. അപ്പോ അഹങ്കാര ദീപിക പറഞ്ഞു, നിങ്ങൾ മറത്തൊരു വാക്ക് പറയരുത്. ഇതെൻ്റെ അന്തസ്സിൻ്റെ കാര്യമാണ്. നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ എനിക്ക് നിങ്ങളോടൊപ്പം ഒരുമിച്ച് താമസിക്കാൻ ഇനി പറ്റില്ല. നാളെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പൊയ്ക്കൊള്ളണം എന്ന് പറഞ്ഞു. സാധു ഭർത്താവ് വേറെ നിവൃത്തിയില്ലാത്തതിനാൽ അയാൾ വേഗം നാഗപുരിയിലേക്ക് വച്ചു പിടിച്ചു. കലാധരൻ കൊട്ടാരവാതിക്കൽ ചെന്ന് ഉടനെ മണിയടിച്ചു. രാജസേവകൻ പുറത്തു വന്ന് അയാളെ അകത്തേക്ക് കൊണ്ടുപോയി. പേശാമടന്തയെ വിവാഹം കഴിക്കാനാണ് താൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞപ്പോ അതിന് 1000 പണം കെട്ടിവെക്കണമെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കണക്കപ്പിള്ള പറഞ്ഞു. കലാധരൻ വേഗം 1000 പണം നൽകി. സേവകൻ വേഗം 2 പാത്രത്തിൽ ചോറ് കൊണ്ടുവന്നു വച്ചു. ഒരു പാത്രത്തിൽ വെന്ത ചോറ്, മറ്റൊന്ന് വേകാത്ത ചോറ്. പാവം പണ്ഡിതൻ അത് രണ്ടും വിഷമിച്ച് കഴിച്ചു. ഇനി 1ാമത്തെ വാതിൽ കടക്കുക. സേവകൻ വാതിൽ തുറന്നു കൊടുത്തു. മങ്ങിയ വെളിച്ചമുള്ള ഒരു മുറിയിലേക്കാണ് കലാധരൻ കാലെടുത്തു വച്ചത്. അടുത്ത ക്ഷണം 3 പെൺപ്രതിമകൾ അയാളെ വളഞ്ഞു. എന്ത് സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് തന്നെ 1ാമത്തെ പ്രതിമ അയാളെ ഒരു പീഠത്തിലിരുത്തി. 2ാമത്തെ പ്രതിമ അയാളുടെ തല ബലമായി പിടിച്ചു. 3ാമത്തെ പ്രതിമ ക്ഷണത്തിൽ അയാളുടെ മുടിയാകെ വടിച്ച് തല മൊട്ടയാക്കി. കണ്ണാടി പോലെ മിന്നുന്ന തലയുമായി ഇരുട്ടിൽ അമ്പരന്ന് നിന്ന അയാളെ സേവകനും കണക്കപ്പിള്ളയും ചേർന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഉന്തിയിട്ടു. അതോടെ അയാളുടെ അവസരം നഷ്ടായി. 10 വാതിൽ പരീക്ഷണങ്ങളിൽ ഒന്നുപോലും വിജയിക്കാനാകാതെ കലാധരൻ മാനം കെട്ട് മടങ്ങി. അഹങ്കാര ദീപികയ്ക്ക് ആ സംഭവം വലിയ ആഘാതമായി. പക്ഷേ അവൾ വിട്ടുകൊടുത്തില്ല. ഇനി ഗുണദീപികയുടെ വീട്ടിലുള്ള കിഴവനെ പേശാമടന്തയെ കാണാൻ അയക്കൂ. അയാളുടെ കേമത്തം ഒന്ന് കാണണമല്ലോ. ഗുണദീപിക ഒന്നും മിണ്ടിയില്ല. അവൾ വീട്ടിലെത്തി വൃദ്ധനോട് വിവരങ്ങൾ പറഞ്ഞു. നീ ഇതെന്തൊക്കെ പുകിലാണ് ഒപ്പിച്ചു പോന്നത്? സ്വന്തം കാര്യം തന്നെ നിർവഹിക്കാനാവാത്ത ഞാൻ നാഗരാജ്യത്ത് പോയി പോരടിച്ച രാജകുമാരിയെ വിവാഹം കഴിച്ചു കൊണ്ടുവരണമെന്നോ? നല്ല ശിക്ഷ. വൃദ്ധൻ പാരവശ്യം അഭിനയിച്ചു. ഞാൻ എന്ത് ചെയ്യുമെന്ന് അങ്ങ് പറയൂ.
ആ അഹങ്കാര ദീപിക എന്നെ വെല്ലുവിളിച്ചത് കൊണ്ടല്ലേ ഞാനും സമ്മതിച്ചത്. അങ്ങ് വെറുതെ പോയി വന്നാലും കുഴപ്പമൊന്നുമില്ല. കാരണം അഹങ്കാര ദീപികയുടെ ഭർത്താവ് കലാധരനും തോറ്റു തുന്നമ്പാടി വന്നതല്ലേ. ഇനിയിപ്പോ അങ്ങ് പോയി പരാജയപ്പെട്ടാലും കുഴപ്പമില്ല. പക്ഷെ പോയില്ലെങ്കിൽ തോൽവി പേടിച്ച് ഒളിച്ചു കഴിയുകയാണെന്ന് അവൾ പറഞ്ഞു പരത്തും. ഗുണദീപിക തന്റെ നിസ്സഹായാവസ്ഥ വെളിവാക്കി. എന്തായാലും വൃദ്ധനായ ആ ഭർത്താവ് ഭാണ്ഡവുമെടുത്ത് പിറ്റേന്ന് തന്നെ നാഗപുരത്തേക്ക് പുറപ്പെട്ടു. വഴിയിൽ വച്ച് വൃദ്ധവേഷമെല്ലാം മാറ്റി വഴിയാത്രക്കാരനായ ഒരു യുവാവായി നാഗപുരത്തെത്തി. 2 ദിവസം ആ നാട്ടിലൂടെ വെറുതെ എല്ലാം കണ്ടും കേട്ടും സഞ്ചരിച്ചു. അതിനിടെ ഒരു ചന്തയിൽ വച്ച് തന്റെ സഹോദരൻ ഭട്ടിയെ അദ്ദേഹം കണ്ടുമുട്ടി. ഒറ്റ നോട്ടത്തിൽ തന്നെ ഭട്ടിക്ക് ആളെ മനസ്സിലായി. അദ്ദേഹം വിക്രമാദിത്യനോട് തന്നോടൊപ്പം വരാൻ ആംഗ്യം കാട്ടി മുന്നോട്ട് നടന്നു. ഭട്ടി ഒരു വൃദ്ധയുടെ വീട്ടിലാണ് ചെന്ന് കയറിയത്. കുറെ നാളായി അവിടെയായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. ഭട്ടിയോടൊപ്പം പുതിയൊരാളെ കണ്ടപ്പോ വൃദ്ധ ചോദിച്ചു, ഹേ, ഇതാരാണ്? സുഹൃത്താണോ? കണ്ടിട്ട് അങ്ങയെപ്പോലെ നല്ലൊരു കുടുംബത്തിൽ പിറന്നതാണെന്ന് തോന്നുന്നു. അതെ, ഇദ്ദേഹം എൻ്റെ ജ്യേഷ്ഠനാണ്. 2 നാൾ എന്നോടൊപ്പം തങ്ങിയിട്ട് അദ്ദേഹം യാത്ര തുടരും. ഭട്ടി അതിനുത്തരം പറഞ്ഞു. അന്ന് രാത്രി ഭക്ഷണത്തിന് ശേഷം വിക്രമാദിത്യനും ഭട്ടിയും സംസാരിച്ചിരുന്നു. അടുത്ത കാലത്തുണ്ടായ തൻ്റെ അനുഭവങ്ങൾ വിക്രമാദിത്യൻ അങ്ങോട്ട് വിവരിച്ചു. പേശാമടന്ത എന്ന രാജകുമാരിയെ മാംഗല്യം കഴിക്കുകയാണ് തൻ്റെ ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഭട്ടി സമ്മതഭാവത്തിൽ തലയാട്ടി. ഗോപുരവാതിക്കൽ 1000 പണം കെട്ടിവയ്ക്കണം, അതാണ് ആദ്യത്തെ ചടങ്ങ് എന്ന് ഭട്ടി പറഞ്ഞു. അവരിരുവരും അവരുടെ പണക്കിഴിയിൽ നിന്ന് 1000 പണം എണ്ണിയെടുത്തു. ആ സമയത്ത് ഭക്ഷണമെല്ലാം കഴിഞ്ഞ് വൃദ്ധ അവരുടെ സമീപമെത്തി. ഇതെന്താ പണം എണ്ണി തിട്ടപ്പെടുത്തുന്നത്? വല്ല വ്യാപാരത്തിനുമുള്ള പുറപ്പാടാണോ എന്ന് വൃദ്ധ ചോദിച്ചു. അപ്പോ ഭട്ടി പറഞ്ഞു, ജ്യേഷ്ഠന് ഇവിടെ എത്തിയപ്പോ ഒരാഗ്രഹം. നമ്മുടെ പേശാമടന്തയെ വിവാഹം ആലോചിച്ച് കൊട്ടാരത്തിലെത്തണമെന്ന്. അത് കേട്ട് വൃദ്ധയ്ക്ക് പെട്ടെന്ന് അവിടെ കോപം വന്നു. നിങ്ങൾക്ക് വേറെ പണിയില്ലേ മക്കളെ? ആ പെണ്ണിന് വിവാഹം കഴിക്കുന്നത് ഇഷ്ടല്ല. ആരും അതിനായി തുനിഞ്ഞിറങ്ങാതിരിക്കാൻ കുറെ കെണികൾ ഒരുക്കി വച്ചിരിക്കുകയാണ് ആ സുന്ദരി. കെണികളോ എന്ന് ഭട്ടി ചോദിച്ചു. അതെ, കെണികൾ തന്നെ. എലിയെ പിടിക്കുന്നത് പോലെ ആണ് ആണുങ്ങളെ അപകടപ്പെടുത്താനുള്ള സൂത്രങ്ങൾ, വൃദ്ധ പറഞ്ഞു. അമ്മ പറയുന്നതൊന്നും മനസ്സിലാകണില്ല, ഒന്ന് വിശദീകരിച്ചു പറയൂ എന്ന് വിക്രമാദിത്യൻ അപേക്ഷിച്ചു. ഉടനെ ആ വൃദ്ധ നാഗപുരം കൊട്ടാരത്തിലെ കാണാക്കെണികളെ പറ്റി ഒരു വിവരണം അങ്ങോട്ട് നൽകി. പേശാമടന്തയെ വിവാഹം ആലോചിച്ച് ചെല്ലുന്നവർക്ക് നേരിട്ട് രാജകുമാരിയെ കാണാനാവില്ല. കുറെ കടമ്പകളുണ്ട്. 1000 പണം കന്യാദാനം നൽകിയാൽ കുറെ വെന്ത ചോറും വേകാത്ത ചോറും ഒപ്പം തൊലി കളഞ്ഞ പഴവും തൊലി കളയാത്ത പഴവും കിട്ടും. അവയെല്ലാം ഭക്ഷിക്കണം. എന്നിട്ട് ആദ്യത്തെ വാതിൽ കടന്നു ചെല്ലണം. അവിടെ 3 സാലഭഞ്ജികകൾ ബലമായി പിടിച്ച് തല മുണ്ടനം ചെയ്യും. എന്നിട്ട് പുറത്തേക്ക് എറിയും. അതോടെ വിവാഹമോഹമെല്ലാം കളഞ്ഞ് ആണുങ്ങളെല്ലാം ഓടി രക്ഷപ്പെടും. ഇനി ആ പ്രതിമകളുടെ പിടിയിൽ പെടാതെ 2ാമത്തെ വാതിൽ കടന്നാലോ, അവിടെ 2 മല്ലന്മാർ നിങ്ങളെ കാത്തു നിൽപ്പുണ്ടാവും. അവർ നിങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കും. മല്ലന്മാരെ നിങ്ങൾ തോൽപ്പിച്ചു എന്നിരിക്കട്ടെ, പിന്നെയും കുഴപ്പങ്ങൾ ഒളിച്ചിരിപ്പുണ്ട്. 4ാമത്തെ വാതിൽ കടന്നാൽ അവിടെ കൂറ്റൻ കരിങ്കുരങ്ങ്, 5ാമത്തെ വാതിലിനപ്പുറം കരിമ്പുലി, 6ൽ മതയാന, ഇവയെ ഒക്കെ തരണം ചെയ്ത് 7ാമത്തെ വാതിൽ കടന്നാൽ പാതാളത്തോളം ആഴമുള്ള ഒരു കിണറുണ്ടാവും. അതിനപ്പുറം 8ാം വാതിൽ, അവിടെ ഒരു കൈത്തോട്, അത് ഇറങ്ങിക്കിടന്നാൽ ഒരു തത്തക്കൂട് കാണാം. അതിൽ ഒരു തുടം ജലവും ഒരു ഓലച്ചുരുളും കാണും. അതിലെ പാതി ജലം ബാക്കി വച്ച് കാല് കഴുകിയാൽ 9ാം വാതിലിലെത്തും. പിന്നെ ഒരു സ്ഫടിക മണ്ഡപമാണ്. കണ്ണാടിത്തറയിൽ കാല് തെന്നാതെ നടന്നാൽ 10ാം വാതിൽ കാണാറാവും. കാല് തെന്നിയാൽ തലയടിച്ചു വീണ് ഉടൻ തന്നെ യമലോകം കാണാം. 10ാം വാതിലിനപ്പുറം 1000 കാൽ മണ്ഡപവും കൂനാക്കൂരിരുട്ടുമാണ്. ആ ഇരുട്ടിൽ തൂണുകളിൽ തല ഇടിക്കരുത്.
തലയിടിച്ചാൽ അവിടെ വീണ് മരിക്കും. ഈ കടമ്പകളൊക്കെ കടന്നു ചെന്നാൽ പേശാമടന്തയുടെ അന്തഃപുരമായി നവരത്നഖചിതമായ മണ്ഡപവും നടുവിൽ പഞ്ചലോഹ കട്ടിലുമുണ്ട്. വലിയൊരു ശരറാന്തലും ചുറ്റും 1000 ചെറിയ ശരറാന്തലുകളും അവിടെ ഉണ്ടാകും. കട്ടിലിൽ കിടക്കാം, പക്ഷേ അതിനു മുൻപ് അതിൻ്റെ തലയും ചുവടും തിരിച്ചറിയണം. കട്ടിലിൻ്റെ തലയിൽ കാൽ വച്ചാണ് കിടക്കുന്നതെങ്കിൽ സാലഭഞ്ചികകളെത്തി തല മുട്ടയടിച്ച് കരിമ്പുള്ളിയും ചെമ്പുള്ളിയും കുത്തി തെരുവിലെറിയും. ശരിയായിട്ടാണ് കിടക്കുന്നതെങ്കിൽ നല്ല സാലഭഞ്ചികകൾ വന്ന് മേലാസകലം കളഭം പൂശിത്തരും, വെറ്റിലപ്പാക്ക് തരും, ചാമരം വീശും. വൃദ്ധ ഒരു നിമിഷം നിർത്തിയപ്പോൾ വിക്രമാദിത്യൻ ചോദിച്ചു, ഈ പേശാമടന്തയെ കാണാൻ ഇത്രയും തടസ്സങ്ങളോ എന്ന് ചോദിച്ചു. അപ്പോൾ വൃദ്ധ പറഞ്ഞു, കഴിയില്ല. ഇത്രയുമൊക്കെയായാലും അവൾ ദർശനം തരില്ല. പുരുഷന്മാരുടെ മുന്നിൽ വാ തുറക്കാത്ത പേശാമടന്തയെ കൊണ്ട് 3 വട്ടം സംസാരിപ്പിക്കണം എന്ന് പറഞ്ഞ് വൃദ്ധ ഉപസംഹരിച്ചു. വിക്രമാദിത്യനും പട്ടിയും ഒരു നിമിഷം ചിന്തിച്ചിരുന്നു. വെറും തൻ്റെ ഇടം കൊണ്ട് ഇത്രയും തടസ്സങ്ങൾ തരണം ചെയ്യാനാവില്ല. അതിസാഹസികമായൊരു ജോലിയാണ് തങ്ങളുടെ മുന്നിലുള്ളതെന്ന് അവർ തിരിച്ചറിഞ്ഞു. വലിയ ആസൂത്രണം ആവശ്യമുള്ള അതിസാഹസികമായ ദൗത്യം. എന്തായാലും ഈ ദൗത്യം അവർ ഏറ്റെടുക്കുമോ? ഏറ്റെടുത്താൽ തന്നെ അതിൽ വിജയിക്കുമോ എന്നുള്ളത് ഈ കഥയുടെ അടുത്ത ഭാഗത്തിൽ നമുക്കറിയാം. എന്തായാലും ഈ കഥ ഒറ്റ ഭാഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. ഈ കഥയുടെ ബാക്കി ഭാഗം വിക്രമാദിത്യ കഥയുടെ അടുത്ത ഭാഗമായ 39ാം ഭാഗത്തിൽ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ അടുത്ത ദിവസം തന്നെ ഞാൻ അവതരിപ്പിക്കും. അതുവരെ എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കഥാപ്രേമികൾ ക്ഷമയോടെ കാത്തിരിക്കുമെന്ന ഒരു വിശ്വാസത്തോടെ തൽക്കാലം ഞാൻ നിങ്ങളോട് വിട പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.